പൃഥു തുടരുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങളെല്ലാവരും താന്താങ്ങളുടെ വർണ്ണാശ്രമാദികൾക്കനുസൃതമായും ആത്മാർത്ഥമായും കർമ്മങ്ങൾ ആചരിക്കുകയും അവയിൽ നിന്ന് ആർജിക്കുന്ന ധനം കൊണ്ടും മനസ്സിൻ്റെ വൃത്തികളായ ധ്യാന മനനാദികൾ കൊണ്ടും വാക്കിൻ്റെ വൃത്തിയായ സ്തുതി കൊണ്ടും ശരീരത്തിൻ്റെ പ്രവൃത്തിയായ പൂജാതി കർമ്മങ്ങൾ കൊണ്ടും സർവാഭീഷ്ടപ്രദായകനായ സർവേശ്വരൻ്റെ പാദപങ്കജത്തെ ഭജിക്കുവിൻ. ഓരോരുത്തരും അവരവരുടെ അധികാരത്തിനനുസരിച്ചുള്ള സ്വധർമാചരണത്താൽ ഭഗവാനെ ഭജിക്കുന്നതു മൂലം ആഗ്രഹിക്കുന്നതും ലഭിക്കും. അവസാനം പരമപുരുഷാർത്ഥമായ മോക്ഷം തന്നെയും ലഭിക്കും. ഇപ്പൊ ഇതിലെ വർണ്ണാശ്രമധർമ്മങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിസ്തരിച്ച് ആത്മസമീക്ഷ എന്ന ഒരു പ്രഭാഷണ പരമ്പരയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ശ്രീപുരം ചാനലിൽ ആത്മസമീക്ഷ എടുത്താൽ ഇത് കിട്ടും. വളരെ വ്യക്തമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആ വിഷയം അത്ര വിശദമായി പ്രതിപാദിക്കുന്നില്ല. അത് വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവർ ആത്മസമീക്ഷ ഒന്നുകൂടി കേട്ടാൽ മതി. അതുകൊണ്ട് പൃഥു മഹാരാജാവ് പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങളെല്ലാവരും താന്താങ്ങളുടെ വർണ്ണാശ്രമാദികൾക്കനുസൃതമായും ആത്മാർത്ഥമായും കർമ്മങ്ങൾ ആചരിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും താന്താങ്ങളുടെ വർണ്ണാശ്രമങ്ങൾക്ക് ആയിട്ട്, വർണ്ണത്തിനും ആശ്രമത്തിനും, ഇതൊക്കെ സ്വഭാവ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. വർണ്ണാശ്രമാദികൾക്ക് അനുസൃതമായും ആത്മാർത്ഥമായും കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. തനിക്ക് വേണ്ടി ചെയ്യുക. തൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ തനിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തനിക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തൻ്റെ സ്വഭാവാനുസൃതമായിരിക്കണം. തൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ളതല്ല ചെയ്യുന്നതെങ്കിൽ അത് കെട്ടിവെക്കപ്പെടുന്നത് പോലെയാണ്. അതിൽ ആത്മാർത്ഥത കാണില്ല. ഇപ്പൊ ഏത് പ്രവൃത്തി എടുത്താലും അത് തനിക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. അത് ഈ ആത്മാർത്ഥത അഭിനയിച്ച് മറ്റൊരാളെ കാണിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് ആത്മാർത്ഥമായിട്ടല്ല എന്ന്. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം, സിൻസിയറായിട്ട് പ്രവർത്തിക്കണം. സിൻസിയറായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അവരവരുടെ സ്വഭാവാനുസൃതമായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിലേ അതിൽ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ആത്മാർത്ഥമായും കർമ്മങ്ങൾ ആചരിക്കുകയും പ്രവൃത്തി ചെയ്യണം. കർമ്മം ആചരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുക. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. തൻ്റെ സ്വഭാവാനുസൃതമായ പ്രവൃത്തി തനിക്ക് വേണ്ടി ചെയ്യണം. തനിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും ഗുണമായി തീരുന്നത്. മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകാൻ വേണ്ടി തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയല്ല. തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ഗുണകരമായി തീരുന്നതാണ്. കാരണം താനും മറ്റുള്ളവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഒരു പൂവ് വിടരുന്നത് പൂമ്പാറ്റകൾക്കും വണ്ടുകൾക്കും തേൻ കൊടുക്കാനല്ല. പൂവ് അതിനു വേണ്ടിയിട്ടാണ് വിടരുന്നത്. ആത്മാർത്ഥമായിട്ടാണ് അത് വിടരുന്നത്. പൂവ് ആത്മാർത്ഥമായിട്ട് വിടരുമ്പോൾ അത് പരാർത്ഥവും ആയിത്തീരുന്നത്. പൂവ് വിടരുന്നത് എന്നാൽ പൂമ്പാറ്റകൾ വരട്ടെ, തേൻവണ്ടുകൾ വരട്ടെ. കൂടുതൽ പൂമ്പാറ്റകൾ വരുമ്പം ഞാൻ നന്നായിട്ട് വിടർന്നാൽ എന്നിലേക്ക് കൂടുതൽ പൂമ്പാറ്റകളും കൂടുതൽ വണ്ടുകളും വന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന പൂവിനേക്കാൾ ഞാൻ ശ്രേഷ്ഠനാകും. അതുകൊണ്ട് കൂടുതൽ തേനോടുകൂടി ഞാൻ വിടരണം എന്ന് വിചാരിച്ച് ഇന്ന് വരെ ഒരു പൂവും വിടർന്നിട്ടില്ല, മനുഷ്യൻ ഒഴിച്ച്. പൂക്കൾക്ക് തമ്മിൽ ഒരു ചെടിയിലെ ഒരേ കൊമ്പിലെ രണ്ട് പൂക്കൾക്ക് തമ്മിൽ മത്സരമില്ല.
കൂടുതൽ പൂമ്പാറ്റകളും കൂടുതൽ വണ്ടുകളും വന്നു ചേരുന്ന ഒരു പൂവ് കുറച്ചു പൂമ്പാറ്റകളും കുറച്ചു വണ്ടുകളും മാത്രം വന്നു ചേരുന്ന മറ്റൊരു പൂവിനേക്കാൾ ശ്രേഷ്ഠനോ അധമനോ അല്ല. ശ്രേഷ്ഠതയോ അധമതയോ അതിനില്ല. ഇതൊക്കെ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ ദുരിതവും. മറ്റേത് സ്വാഭാവികമായിട്ടും വിടരുക. പൂവിനോട് ചോദിക്കുക, എന്താ പൂവേ വിടരുന്നത്? ഇല്ല, എൻ്റെ ഒരു രസത്തിന് ഞാൻ വിടരുന്നു, നിലനിൽക്കുന്നു, കൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് എന്താ, കൊഴിഞ്ഞു പോകുമ്പോഴും അതിന് വേദനയില്ല. പൂവ് വിടർന്ന് നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ചെടിക്കൊരു വേദനയുമില്ല. അത് പറിച്ചെടുക്കുമ്പോൾ അതിന് വേദനയുണ്ടാവും. പക്ഷെ ഒരു പൂവ് സഹജമായിട്ട് മുട്ടിട്ട് വിടർന്ന് കാലക്രമത്തിൽ കൊഴിഞ്ഞു പോയാൽ ചെടിക്ക് യാതൊരു വേദനയുമില്ല. കൊഴിഞ്ഞു പോകാൻ പോകുന്ന പൂവല്ലേ, എന്നാൽ പിന്നെ ഇറുത്തെടുത്താൽ എന്താണെന്ന് ചോദിച്ചാൽ ചെടിക്ക് വേദന എടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടുമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കർമ്മങ്ങൾ ആചരിക്കുമ്പം, കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മൂല്യമുള്ളത് ലഭിക്കും, അർത്ഥപൂർണമായത്. അതാണ് സമ്പത്ത്, ധനം. മൂല്യമുള്ളത് എന്തും ധനമാണ്, അറിവ് ധനമാകുന്നത്. അതുകൊണ്ടാണ് വിദ്യാധനം എന്ന് പറയുന്നത്. ഇതൊക്കെ ധനങ്ങളാണ്, സമ്പത്താണ്, മൂല്യമുള്ളതാണ്. അതെങ്ങനെയാ ഉണ്ടാവുക? ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ആർജിക്കുന്നു ധനം. ആ ധനം വേണ്ടതുപോലെ വിനിയോഗിക്കുമ്പോൾ കാമമോക്ഷങ്ങൾ സാധിക്കപ്പെടും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവയിൽ നിന്ന് ആർജിക്കുന്ന ധനം കൊണ്ടും മനസ്സിന്റെ വൃത്തികളായ ധ്യാന മനനാദികൾ കൊണ്ടും, ഇനി ആ ധനം, ഈ അർത്ഥത്തെ എന്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കണം എന്നാണ് പറയുന്നത്? ഈ പ്രവൃത്തിയിലൂടെ ആർജിതമായതിനെ മുഴുവൻ ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കണം. അപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്വധർമ്മത്തിന്റെ ഭാഗമായി സ്വധർമാനുസൃതമായിട്ടുള്ള വർണ്ണാശ്രമ ആചരണത്തിലൂടെ ആർജിക്കുന്ന ധനം കൊണ്ടും മനസ്സിന്റെ വൃത്തികളായ ധ്യാന മനനാദികൾ കൊണ്ടും, അത് മനസ്സിന്റെയും ബുദ്ധിയുടെയും വൃത്തികളാണ്, പ്രവൃത്തിയാണ്. ധ്യാനിക്കുക, ഭാവന ചെയ്യുക, മനനം ചെയ്യുക, വീണ്ടും വീണ്ടും അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുക. വാക്കിന്റെ വൃത്തിയായ സ്തുതി കൊണ്ടും, വാക്കുകൊണ്ടാണ് സ്തുതിക്കുക. ശരീരത്തിന്റെ പ്രവൃത്തിയായ പൂജാതി കർമ്മങ്ങൾ കൊണ്ടും സർവാഭീഷ്ടപ്രദായകനായ സർവേശ്വരന്റെ പാദപങ്കജത്തെ ഭജിക്കുവിൻ. പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഡിസ്ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിക്കാം, ഹാർമോണിയസ് ആയിട്ടും പ്രവർത്തിക്കാം. ഡിസ്ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ജീവിതം ദുരിതപൂർണമായിരിക്കും. പരാതികൾ പറയാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. ആവലാദികൾക്കും ചിന്തിക്കാൻ മാത്രമേ നേരമുണ്ടാവുകയുള്ളൂ. എന്താ കാരണം? സ്വഭാവാനുസൃതമല്ല ഒന്നും ചെയ്യുന്നത്. സ്വഭാവാനുസൃതമല്ല പ്രവൃത്തി എന്നുള്ളത് കൊണ്ട് പ്രവൃത്തിയാകമാനം അസമാധാനത്തെയാണ് ഉണ്ടാക്കുന്നത്. അതല്ലേ ഇപ്പൊ ഇന്നത്തെ അവസ്ഥ. സ്വധർമാനുസൃതമായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് തനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ, അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി ഇടണം. അപരന്റെ സുഖത്തിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരവരുടെ ആത്മസുഖത്തിനാചരിക്കുന്നത് അത് സ്വഭാവാനുസൃതമായതാണെങ്കിൽ, വർണ്ണാശ്രമ എന്താ പറയാ അനുസൃതമാണ് എന്നുണ്ടെങ്കിൽ, വർണ്ണാശ്രമങ്ങൾക്ക് അനുസൃതമാണ് എന്നുണ്ടെങ്കിൽ, അത് സ്വധർമാനുസൃതമാണ് എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും ഗുണമായി തീരും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. സൂര്യൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉദിക്കുകയല്ല. ഈ ലോകത്ത് ഒന്നും ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അത് പരാർത്ഥമായി തീരുന്നത് മനുഷ്യന്റെ തൊഴിച്ച്. അപ്പം അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തികൾ ചെയ്യുമ്പം ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിൽ മൂല്യമുള്ളത് സംഭവിക്കും. ആ മൂല്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ആ മൂല്യമുള്ളത് കൊണ്ട് ഭഗവാനെ ആരാധിക്കണം. ഭഗവാൻ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഭഗവാൻ ഉണ്ട് എന്നുള്ളത് ഫ്ലാഷ് ബാക്കിൽ
നിഷ്പക്ഷതയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് വീക്ഷിച്ചപ്പം നമുക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഈ അദൃശ്യ കരസ്പർശം ഉള്ളതായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ അദൃശ്യ കരസ്പർശത്തെ നമ്മൾ ദൈവം എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം. അതിനെ ആരാധിക്കുക, ആ ഭഗവാനെ ആരാധിക്കുക. അപ്പൊ എന്തൊക്കെ കൊണ്ട് ആരാധിക്കണം? എങ്ങനെയാണ് ഈ ഭഗവത് ആരാധന നടത്തുന്നത്? സ്വധർമാനുസൃതമായ പ്രവൃത്തി കൊണ്ട് ആർജിക്കുന്ന ധനം കൊണ്ട് ഭഗവാനെ ആരാധിക്കണം. മനസ്സിന്റെ വൃത്തികളായിട്ടുള്ള ധ്യാന മനനാദികൾ കൊണ്ട് ഭഗവാന്റെ പാദപങ്കജത്തെ ആരാധിക്കണം. നേരത്തെ പറഞ്ഞു ഭഗവത് പാദ പൂജ നിരന്തരമായി ചെയ്യണം എന്ന്. ആ ഭഗവത് പാദ പൂജ നിരന്തരമായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ആർജിതമായ മൂല്യമുള്ളതിനെ കൊണ്ട് ഭഗവാന്റെ പാദപത്മങ്ങളെ ആചരിക്കണം. മനസ്സിന്റെ വൃത്തികളെ കൊണ്ട് ഭഗവാന്റെ പാദപങ്കജങ്ങളെ ആരാധിക്കണം. വാക്കിന്റെ വൃത്തി, അതെന്താ? സ്തുതിക്കുക. രണ്ട് കാര്യം ചെയ്യാം. ഈ മനസ്സിന്റെ ധ്യാന മനനാദികൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്യാം. നെഗറ്റീവായിട്ടുള്ള രീതിയിലും ഭാവനയെ ഉപയോഗിക്കാം, മനനം ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് എന്താ ഉള്ളത് ലോകത്ത്? ഏറ്റവും ശുഭകരമായിട്ടുള്ളത് എന്താ ഉള്ളത് ലോകത്ത്? ഏറ്റവും മംഗളകരമായിട്ട് എന്താ ഉള്ളത് ലോകത്ത്? ഭഗവാൻ, ഭഗവതിയും. ലിംഗഭേദമൊന്നുമില്ല അതിന്. ആ ഭഗവാനെ കുറിച്ച്, ആ ഭഗവാനെ ധ്യാനിക്കുക, ഭഗവതിയെ ധ്യാനിക്കുക. ആ ഭഗവാന്റെ അർത്ഥതലത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ ഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയതലത്തെക്കുറിച്ച് മനനം ചെയ്യുക. അതേപോലെ തന്നെ വാക്കിനും രണ്ട് പ്രവൃത്തിയുണ്ട്. ധനം കൊണ്ടും അതേപോലെ നല്ലതും ചീത്തയും ചെയ്യാം. അപ്പൊ ഈ ധനം എങ്ങനെ ഉപയോഗിക്കണം? നല്ല കാര്യങ്ങൾക്ക്, നമ്മളെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. മനസ്സും ബുദ്ധിയും എങ്ങനെ പ്രയോഗിക്കണം? നമ്മളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകുന്ന രീതിയിൽ ഉപയോഗിക്കണം. വാക്കുകൊണ്ടും നിന്ദിക്കുകയും ചെയ്യാം, സ്തുതിക്കുകയും ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? സ്തുതിക്കാനാ പറഞ്ഞത്. ആരെയാ സ്തുതിക്കാൻ പറഞ്ഞത്? മനുഷ്യരെ അല്ല. മുത്തുസ്വാമി ദീക്ഷിതർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഹിരൺമയിയും ലക്ഷ്മിയും, ലളിതാരാഗത്തിലുള്ള ഹിരൺമയിയും ലക്ഷ്മിയും എന്നുള്ള കീർത്തനത്തിൽ പാടിയതുപോലെ ഹീനമാനവാശ്രയം ത്യജാമി. ഹീനം എന്നുള്ളതിന് മോശമായതെന്ന് അർത്ഥമില്ല, ചെറിയ മനുഷ്യരെന്നർത്ഥം. സങ്കുചിതരായ മനുഷ്യരെ ആശ്രയിക്കുക എന്നുള്ളതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇപ്പൊ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഹിരൺമയിയും ലക്ഷ്മിയും സദാ ഭജാമി. ഈശ്വരനെയാണ് എപ്പോഴും ഭജിക്കേണ്ടത്. അപ്പൊ സ്തുതിക്കേണ്ടത് ആരെയാണ്? സ്തുതിക്കേണ്ടത് മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒന്നുമല്ല, സ്തുതിക്കേണ്ടത് ഈശ്വരനെയാണ്. നിങ്ങൾക്ക് സ്തുതിക്കാൻ തോന്നുകയാണെങ്കിൽ ആ സ്തുതി ഈശ്വരന് കേന്ദ്രീകൃതമായി ആകട്ടെ. നശ്വരന്മാരായിട്ടുള്ള മനുഷ്യരെ അല്ല വാഴ്ത്തിപ്പാടേണ്ടത്. അതുകൊണ്ട് അഥവാ എന്തെങ്കിലും ഗുണം ലഭിച്ചാൽ തന്നെ അത് താത്കാലികം മാത്രമാണ്, ശാശ്വതമല്ല എന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് നടമാടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ അവലോകനം ചെയ്താൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് സ്തുതിക്കുന്നത് ഈശ്വരനെ ആകട്ടെ. എല്ലാം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ധനം കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധിയും മനസ്സും കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വാക്ക് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത്, അബ്സല്യൂട്ട് പോസിറ്റിവിറ്റി ഈശ്വരനാണ്. അതുകൊണ്ട് വാക്കിന്റെ വൃത്തിയായ സ്തുതി കൊണ്ടും ശരീരത്തിന്റെ പ്രവൃത്തിയായ പൂജാതി കർമ്മങ്ങൾ കൊണ്ടും, ശരീരവും കൂടി ഇൻവോൾവ് ചെയ്യുന്നതാണ് പൂജ. പൂജയിൽ മനസ്സും ബുദ്ധിയും മാത്രമല്ല, പൂജയിൽ കംപ്ലീറ്റ് ബോഡി വിത്ത് ഓൾ ഇറ്റ്സ് സെൻസസ്, എല്ലാ ഇന്ദ്രിയങ്ങളോടുകൂടിയും ശരീരം മൊത്തത്തിൽ ഇടപെടുന്നതാണ് പൂജ. അതുകൊണ്ട് പൂജയ്ക്കൊരു മാഹാത്മ്യമുണ്ട്. പൂജ വളരെ ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് ശരീരത്തെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെറിയ രീതിയിൽ, നമുക്കാവുന്ന രീതിയിൽ, തെറ്റുകയില്ല. നമ്മൾ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചാൽ പലതും ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ തെറ്റുകയില്ല ഇതിൽ. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാ. കൃത്യമായിട്ടല്ല പൂജ ചെയ്യുന്നതെങ്കിൽ അത് കോപിക്കും.
അത് സിംഹമൊന്നുമല്ല കൃത്യമായിട്ടുള്ള രീതിയിലല്ല ആഹാരം കൊടുക്കുന്നതെങ്കിൽ കൈകടിച്ച് പറിക്കാം. ഇതിൽ കൃത്യതയൊന്നുമില്ല, ഇതിൽ ആത്മാർത്ഥത മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരികളിലൂടെ സഞ്ചരിക്കുക. അത് തെറ്റാണെങ്കിൽ തിരുത്തപ്പെട്ടുകൊള്ളും. തിരുത്തപ്പെടുന്ന സമയത്ത് അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക. ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മുന്നോട്ട് പോവുക. ഈശ്വരനെ നമുക്ക് സന്തോഷത്തെ ജനിപ്പിക്കുന്ന രീതിയിൽ ആരാധിക്കുക. ശരീരത്തെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇത് ഒരു ഓൾ ഇൻക്ലൂസീവ് പ്രക്രിയയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ആർജിതമായ മൂല്യമുള്ളത്, ഇതിനെ എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുവിച്ചിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത്. ഈ ഇൻക്ലൂസീവ്നെസ് ആണ്. എല്ലാവരെയും ചേർത്ത്, എല്ലാത്തിനെയും ചേർത്ത് ഒരുമിച്ച് നിർത്തുന്നതാണ് ഈ ഇൻക്ലൂസീവ്നെസ്. ഇതിനെ ഒന്നിനെയും ഒഴിവാക്കുന്നില്ല. അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രത്തില് സർവദർശന അനിന്ദ എന്ന് പറയുന്നത്. ഒരു ദർശനത്തെയും നിന്ദിക്കാൻ പാടില്ല. ഒരു ദർശനത്തെയും നിന്ദിക്കാൻ പാടില്ല എന്ന് വിശാല അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാളുടെയും കാഴ്ചപ്പാടിനെ നിന്ദിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാകുന്നതിന് ഓരോ കാരണമുണ്ടാകും. അതുകൊണ്ട് എല്ലാവരുടെയും കാഴ്ചപ്പാട് ശ്രേഷ്ഠമാണ്. എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് ഓൾ ഇൻക്ലൂസീവ് ആണത്. ഇതില് പുറന്തള്ളപ്പെടുന്നവരില്ല. അങ്ങനെ എവിടെയെങ്കിലും ഭാരതീയ സംസ്കൃതിയെ ചിലരെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഭാരതീയ സംസ്കൃതിയിൽ ഒരാളെയും ഒന്നിനെയും വാസ്തവത്തിൽ പുറന്തള്ളുന്നില്ല. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുകയാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. ഇവിടെ അശുദ്ധമായതൊന്നുമില്ല. അഥവാ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് താത്കാലികം മാത്രമാണ്. കാരണം ഇവിടെ ഈശ്വരന്റെ പ്രതിഭാസം മാത്രമേ ഉള്ളൂ. മത്ത പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായിട്ടല്ലയോ അർജുന. ഗീതയില് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്, അർജുനല്ലയോ അർജുന, എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ചിലരെ അകത്തും ചിലരെ പുറത്തുമാക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? ആർക്കാണ് അധികാരം കൊടുത്തത്? അപ്പൊ അതൊക്കെ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൃണവത് ത്യജേത്, പുല്ലുപോലെ അതിനെ വലിച്ചെറിയുക. ഇത് ഓൾ ഇൻക്ലൂസീവാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും നമ്മുടെ ജീവിതത്തിലൂടെ നാം ആർജിക്കുന്ന മൂല്യമുള്ള എല്ലാത്തിനെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈശ്വരാരാധന ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണത്. ഒന്നുകൂടി ആ ഭാഗം വായിക്കാം. ഇതുവരെ വായിച്ചത് ഒന്നും കൂടി വായിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങളെല്ലാവരും താന്താങ്ങളുടെ വർണ്ണാശ്രമാദികൾക്കനുസൃതമായും ആത്മാർത്ഥമായും കർമ്മങ്ങൾ ആചരിക്കുകയും അവയിൽ നിന്ന് ആർജിക്കുന്ന ധനം കൊണ്ടും മനസ്സിന്റെ വൃത്തികളായ ധ്യാനമനനാദികൾ കൊണ്ടും വാക്കിന്റെ വൃത്തിയായ സ്തുതി കൊണ്ടും ശരീരത്തിന്റെ പ്രവൃത്തിയായ പൂജാതി കർമ്മങ്ങൾ കൊണ്ടും സർവാഭീഷ്ടപ്രദായകനായ സർവേശ്വരന്റെ പാദപങ്കജത്തെ ഭജിക്കുവിൻ. ഇതാണ് ഭജന. ഇതിന് പ്രൊസീജിയർ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. എന്ത് ചെയ്യുന്നതും ഈശ്വരോന്മുഖരായിട്ട് ചെയ്യുക. ഓരോരുത്തരും അവരവരുടെ അധികാരത്തിനനുസരിച്ചുള്ള സ്വധർമാചരണത്താൽ ഭഗവാനെ ഭജിക്കുക. ഓരോരുത്തരും അവരവരുടെ അധികാരത്തിനനുസരിച്ച്, കപ്പാസിറ്റിക്കനുസരിച്ച്, കേപ്പബിലിറ്റിക്കനുസരിച്ച്, കഴിവിനനുസരിച്ച്. എൻ്റെ കഴിവാണ് എൻ്റെ അധികാരം. ആ അധികാരമനുസരിച്ച്, അധികാരം എങ്ങനെ മനസ്സിലാകും? കുറച്ചു കാലം നമ്മൾ ഈ ഭഗവത് പാദാരവിന്ദങ്ങളെ ഭജിക്കാൻ തുടങ്ങിയാൽ, കുറച്ചു കാലം നമ്മുടെ അനാദര യോഗം, ഈ പൂജയൊക്കെ അതിനകത്ത് പെടുന്നതാണ്. അത് പരിശീലിച്ച് കഴിയുമ്പം നമുക്ക് വേണ്ടതെന്താ, വേണ്ടാത്തതെന്താ, ചെയ്യാൻ പറ്റുന്നതെന്താ, ചെയ്യാൻ പറ്റാത്തതെന്താ, കഴിവെന്താ, കഴിവുകേടെന്താ തിരിച്ചറിയും.
വേറൊരാളുടെയും ആശ്രയമില്ലാതെ ഇത് തിരിച്ചറിയുവാൻ സാധിക്കും. അല്ലെങ്കിലും ഞാനൊരു കാര്യം പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ മനസ്സിലാകുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്. ആ മനസ്സിലാകുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ അധികാരം കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല. നിങ്ങൾക്കാണ് മനസ്സിലാവുക. മനസ്സിലായി എന്ന് എങ്ങനെയാ മനസ്സിലാവുക? മനസ്സിലായി എന്ന് മനസ്സിലാവുകയാണ് ചെയ്യുക. അല്ലാത്തവർക്കോ ഒന്നും മനസ്സിലാവുകയില്ല. അപ്പൊ അതുകൊണ്ട് അവരവരുടെ അധികാരത്തിനനുസരിച്ചിട്ടുള്ള സ്വധർമാചരണത്താൽ ഭഗവാനെ ഭജിക്കുന്നത് മൂലം ആഗ്രഹിക്കുന്നതും ലഭിക്കും. അവസാനം പരമപുരുഷാർത്ഥമായ മോക്ഷം തന്നെയും ലഭിക്കും. അപ്പോൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, സാധന ചെയ്യുന്ന സമയത്ത് ചിന്തകൾ കുറയും, വാസനകൾ കുറയും. അപ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വിഷയാസക്തിയോട് കൂടിയിട്ടുള്ള ആഗ്രഹങ്ങളല്ല, നൈസർഗികമായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിസയേഴ്സ് ആണ്. അവ വാസ്തവത്തിൽ ഡിവൈൻ ഡിസയേഴ്സ് ആണ്. ഈ ചെറുതായി തീരാൻ ഡിവിനിറ്റി ആഗ്രഹിച്ചതാണ്. അതായത് ഈ അല്പമായത് ഓരോന്നും പരമമായതിൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് വിഷയാസക്തരായിട്ട് ആഗ്രഹിക്കാം, വിഷയവിരക്തരായിട്ടും ആഗ്രഹിക്കാം. വിഷയവിരക്തരായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആഗ്രഹമാണ്. അത് സാധാരണ തലത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയില്ല. അത് ഈ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ചെയ്തു കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? സ്പോണ്ടേനിയസ് ആയിട്ട്, നൈസർഗികമായിട്ട്, സഹജമായിട്ടുണ്ടാകുന്ന ഡിസയേഴ്സ് ഫുൾഫിൽഡ് ആകും. അവസാനം ക്രമേണ മോക്ഷം തന്നെയും പരമമായ പദം തന്നെയും ലഭിക്കും. അപ്പോ ജീവിതത്തെ നിരസിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, ജീവിതത്തെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ജീവിത നിരാസമല്ല ആധ്യാത്മികത. ജീവിതത്തെ വേണ്ടതുപോലെ ജീവിക്കുന്നതാണ് ആധ്യാത്മികത. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതർ വേൾഡ്ലി അല്ല, ദിസ് വേൾഡ്ലി ആണ്, ഈ ലോകത്തുള്ളതാണ്. ലൗകികമായത് തന്നെയാണ് മോക്ഷവും. വളരെ ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് ഭാഗവതകാരൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ ഭാഗവതകാരൻ്റെ പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് വീണ്ടും അടുത്ത പ്രാവശ്യം നമുക്ക് തുടരാം.